إلى حضرة حبيبنا المصطفى سيدنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم أوصل مثل ثواب ما قرأناه من قرآنك العظيم منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه كلهم أجمعين وإلى حضرات سائر الأنبياء والأولياء والصالحين. اللهم حقهم وبجائهم وبمددهم لديك يا رب العالمين. وبارك لنا في كل أمورنا وبركة تامة لا سيما في اجتماعنا هذا وفي تعلمنا وفي تعليمنا وفيما أعطيتنا بركة تامة كما باركت على عبادك الصالحين. اللهم اجعل أولادنا صالحين لخدمة دينك الإسلام يا رب العالمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم إلى حضرات من ماتوا منا من آبائنا اللهم اغفر لنا واغفر لهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. صلى الله تعالى وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه فائزين برضا الله. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ഉലമാക്കൾ, ഉമറാക്കൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ടാലന്റിസ്റ്റ 8.0യുടെ ഔപചാരികമായ ഉദ്ഘാടന സദസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഹാദിയ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ട്രെയിനർ കൂടിയായ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ സാഹിബ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഹാദിയിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥിനികൾക്കും മൂന്ന് വർഷം
ZQയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധദാന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടറും അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേഷൻ്റെ ചെയർമാനുമായ പ്രൊഫസർ UC അബ്ദുൽ മജീദ് സാഹിബാണ്. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പരിപാടിയിൽ സന്നദ്ധദാന പ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് തങ്ങൾ അൽ ഹൈദ്രോസി ഇരിക്കൂർ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ഈ സംരംഭത്തിൻ്റെ സെക്രട്ടറി കൂടിയായ മുഹമ്മദ് റഫീഖ് സാഹിബ് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. നമ്മുടെ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, സമയത്തിൻ്റെ അഭാവം നല്ലവണ്ണമുണ്ട്, നമ്മുടെ പരിപാടി കുറച്ചുകൂടി വൈകിയാണ് നടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഭാഷണങ്ങളൊന്നും ഇല്ലാതെ നിർത്തുന്നു. നമ്മുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് റഫീഖ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവർകളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികൾ, അസ്സലാമു അലൈക്കും. വർഷങ്ങളായി ഹാദിയ കോഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ സന്നദ്ധദാന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നടന്ന ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വഫാ സാഹിബിൻ്റെ ക്ലാസ് നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ ക്ലാസ് ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഈ ഉദ്ഘാടന സദസ്സാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇത് വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പറയാൻ ഒരുപാട് ആളുകൾ വേദിയിലുണ്ട്. ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രൊഫസർ UC അബ്ദുൽ മജീദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫൈസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് സഅദ് തങ്ങൾ അൽ ഹൈദ്രോസി ഇരിക്കൂർ അവർകളെ, യോഗാധ്യക്ഷൻ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ തലശ്ശേരി സോൺ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് റഫീഖ്, മറ്റ് വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വരുന്ന 30-ാം തീയതി കാസർഗോഡ് വെച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരളത്തിൽ പണ്ഡിത സംഘടന രൂപീകരിച്ചതിൻ്റെ 100-ാം വാർഷികമാണ്. ഈ 100 വർഷത്തിനിടയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിലും മുസ്ലിങ്ങളിൽ വിശേഷിച്ചും വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രദേശത്തും ഇങ്ങനെ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി തലശ്ശേരി കായത്ത് റോഡിൽ നടക്കുന്ന അലിഫ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സഹറത്തുൽ ഖുർആനിൻ്റെ 1 മുതൽ 5-ാം ക്ലാസ് വരെയും, നമ്മുടെ തൊട്ടടുത്തുള്ള സുബുലുസലാം മദ്രസ കോംപ്ലക്സിൽ ZQൻ്റെ പ്രീ സ്കൂളുകളും ഹാദിയ കോഴ്സുകളും നടന്നു വരികയാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന് കൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ സ്വമേധയാ അവരുടെ വസ്ത്രവിധാനവും മറ്റും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ധാർമ്മിക വിപ്ലവം നടത്തുന്ന രൂപത്തിൽ ഒരു ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. കാണുന്നവർക്ക് ചിലപ്പോൾ അതിശയകരമായി തോന്നാം,
ഒരു സ്കൂളിൻ്റെ പരിപാടി ഇങ്ങനെ മുഖംമൂടി ഇട്ട് പർദ്ദ ധരിച്ച് ഉള്ള ആളുകൾ. അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അവരെങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളതും എല്ലാവരും ലോകം അംഗീകരിച്ച ഒരു കാര്യമാണ്. അതിനെ വിമർശിക്കേണ്ട ആവശ്യം ഇല്ല. കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി ഏത് തരത്തിലും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നടത്തി വരുന്നത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഹാദിയ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തിൻ്റെ പ്രവർത്തനത്തിൽ അവസാനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ജാമിയത്തുൽ ഹിന്ദ് എന്ന സംവിധാനം. കേരളത്തിലെ 400ഓളം സ്ഥാപനങ്ങളിൽ, മതവിദ്യാഭ്യാസ സമുച്ചയ സ്ഥാപനങ്ങളിൽ 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഹാദിയ ബിരുദം, സാഫിയ ബിരുദം, പല പേരുകളിലായി സഅദിയ ബിരുദം തുടങ്ങിയ ബിരുദങ്ങൾ കൊണ്ടുവരുന്നതിന് ഏകീകൃത സിലബസിൽ കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ സമൂഹത്തിന് ധാർമ്മിക ച്യുതി വളരെ മോശമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തലശ്ശേരിൻ്റെ പരിസരങ്ങളിൽ കഴിഞ്ഞ 1 മാസത്തിനകം 4-5 മുസ്ലിം വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിവിടെ പറയേണ്ട ആവശ്യമില്ല. അവരുടെ സാഹചര്യവും ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ആത്മീയ വിദ്യാഭ്യാസത്തിനെ പുറകോട്ടടിച്ചതുകൊണ്ടും ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇന്ന് പത്രത്തിൽ വായിച്ചു, മറ്റൊരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തു, സ്ത്രീധനത്തിൻ്റെയും ഭർത്തൃ പീഡനത്തിൻ്റെയും കാരണത്താൽ. അതിനു കാരണം പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കോച്ചിങ് നമ്മുടെ ഉസ്താദന്മാരും നമ്മുടെ രക്ഷിതാക്കളും നടത്തിക്കൊടുക്കുന്നു. ഇന്ന് അവരവർ സ്വയംകൃതമായ ഡേറ്റഡ് മാരേജ് ആയതുകൊണ്ട് അതിൻ്റെ വരുംവരായികളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും അറിവും വിവേകവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ എന്നുള്ള ആദർശത്തിലാണ് നമ്മുടെ ഉന്നതമായ നേതൃത്വം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10-60 വർഷമായി കേരളത്തിൽ നാനാജാതി മതസ്ഥർക്കും അറിയാവുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസവും ധാർമ്മിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തുടക്കം മുതൽ ആവിർഭാവം മുതൽ കേരളത്തിൽ നടന്നു വരുന്ന മതസൗഹാർദ്ദവും മറ്റും വ്യാപിപ്പിക്കുന്നതിലുള്ള ഭാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. അതിന് നിങ്ങളുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും എല്ലാ സമുദായങ്ങളുടെയും അകൈതവമായ പിന്തുണ ഈ സംരംഭത്തിനുണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്നദ്ധദാന പ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രൊഫസർ UC അബ്ദുൽ മജീദ് സാഹിബ്, മറ്റ് പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, നമ്മുടെ ഈ സംഗമം, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പടച്ച തമ്പുരാനായ അല്ലാഹുവിൻ്റെ പൊരുത്തമുള്ള ഒരു യുദ്ധമായി സംഗമമായി അല്ലാഹു
നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങി സന്നദ്ധാനം കുറച്ചല്പം മുമ്പ് അവിടെ കോളേജിൽ വെച്ച് നമുക്ക് നടത്തപ്പെടാൻ കഴിഞ്ഞു. നമ്മുടെ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിനികൾ അവർക്കുള്ള ചില ഉപദേശങ്ങൾ മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. വളരെ സമയം വൈകിയത് കൊണ്ട് കൂടുതലൊന്നും പറയുകയില്ല. എന്നിരുന്നാലും പഠനവും വിദ്യാഭ്യാസവും നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ വലിയ ചർച്ചയായി വരുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ധാർമ്മികമായ പുരോഗതി, ഒരു മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി ജീവിക്കണമെന്നുള്ള ഒരു ഉത്തമമായ ബോധം അതുണ്ടാക്കലാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയവും ആദർശവും. ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, നമുക്കറിയാം. ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റും താമസിക്കുന്ന ഈ ഭൂമിയിൽ അതിൽ വളരെയധികം ആദരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യർ എന്ന് പറയുന്ന നാം. മനുഷ്യർക്ക് വലിയ ബഹുമാനവും ആദരവും ഉണ്ട്. വർത്തമാന കാലഘട്ടം ഒരു പക്ഷേ നമ്മുടെ വാർത്താമാധ്യമങ്ങളും നമ്മുടെ നിയമകാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു പക്ഷേ മനുഷ്യരെക്കാളും ചില മൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സംഭവവും ഉണ്ട്. എന്നിരുന്നാലും ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇവിടെ ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് മാത്രമല്ല അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ഈ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കിടയിലും ധാർമ്മികമായി ബോധമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കലോടുകൂടി നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് സമാധാനത്തോടെ, ശാന്തിയോടെ, വിഭാഗീയതയില്ലാതെ, വർഗീയതയില്ലാതെ, തീവ്രവാദമില്ലാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് മുമ്പേ ജീവിച്ചവർ അതിൻ്റെ പാരമ്പര്യവും പൈതൃകവും എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നതായ നമ്മുടെ രാജ്യത്തെ നല്ല മനസ്സുള്ള ആളുകൾക്ക്, എൻ്റെ മുന്നിലിരിക്കുന്ന ബിരുദധാരികളായ നമ്മുടെ ഹാദിയകൾ, സമൂഹത്തിന് വേണ്ടി, സമൂഹം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, ഒരു സമൂഹമാണ്. ഒരു കുടുംബം, ഒരു ഫാമിലി എന്ന് പറയുന്നൊരു സമൂഹമാണ്. അങ്ങനെ ഓരോ കുടുംബവും ഓരോ വ്യക്തിയും നന്നാകുമ്പോഴാണ് നമ്മുടെ രാജ്യം തന്നെ നന്നാവുന്നത്. ഒരു വ്യക്തി നന്നാവുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പുരോഗതിയാണ്. ഓരോ വ്യക്തിയും ധർമ്മബോധമുള്ള മനസ്സുള്ളവരാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്ന ഒരു വാസ്തവം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം അറിവ് നേടുക എന്നുള്ളതാണ് ധാർമ്മികമായി നമുക്ക് ഉയരാൻ കാരണമാവുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകമായി അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നബിയോട്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ, അറിവുള്ള ആളുകളും വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ആളുകളും ഒരുപോലെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്കറിയാം, അറിവില്ലാത്ത ഒരു വ്യക്തി, അറിവുള്ള ഒരു വ്യക്തി
അവരുടെ സംസ്കാരവും ജീവിതവും അവരുടെ വസ്ത്രധാരണവും അവരുടെ സകലമാന മേഖലകളും വ്യത്യസ്ത രൂപമാണ്. വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയെ വിദ്യ ഇല്ലാത്ത ഒരു വ്യക്തിയെയും നമുക്ക് അവരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു കുടുംബമായാലും വ്യക്തിയായാലും അറിവുള്ള വിവരമുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹമായി മാറുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്, നാടിൻ്റെ സമാധാനത്തിന് ആവശ്യമാണ്. ഒരു കുടുംബം എങ്ങനെയാവണമെന്ന്, ഏത് ദിശയിലേക്ക് പോകണമെന്നുള്ള വളരെ കൃത്യമായ ഒരു വഴികാട്ടി പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീ സമൂഹമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കേണ്ടത്. ജനിച്ചു വളരുന്ന കുട്ടികളിൽ അവരെ ഏത് സംസ്കാരത്തിലൂടെ ഉയർത്തണമെന്ന കൃത്യമായ അതിൻ്റെ കഠിനാണുള്ളത് നമ്മുടെ സ്ത്രീകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വളരുന്ന മക്കൾ എന്താവണമെന്നുള്ള വ്യക്തത നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളെ നമുക്ക് വലിയ സ്വപ്നം, നാം നമ്മുടെ മക്കളുടെ ഓരോ പുരോഗതിക്കും അഭിവൃദ്ധിക്കും നാം നന്നായി അധ്വാനിക്കേണ്ടി വരും, നന്നായി ശ്രദ്ധ ചെലുത്തേണ്ടത് വരും. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മുടെ ചുറ്റുപാട് വളരെ മലീമസമായ ചുറ്റുപാടിലാണ് നാം അധിവസിക്കുന്ന ജീവിക്കുന്ന ഈ കാലഘട്ടം. വഴിതെറ്റിക്കുന്ന ഒരുപാട് മാർഗങ്ങൾ ഇവിടെയുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി വ്യക്തമായി ഒരു മനുഷ്യൻ്റെ അവൻ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ അവൻ്റെ സകലമായ മേഖലകളിലും എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് തുടങ്ങി മുഴുവൻ വിഷയങ്ങളിലും അവൻ്റെ സംസ്കാരത്തിലും അവൻ്റെ നടത്തത്തിലും അവൻ്റെ ബിസിനസ്സിലും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും എല്ലാം പരിശുദ്ധമായ ഇസ്ലാം നിയമവ്യവസ്ഥകൾ അവിടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഹാദികളോട് പറയാനുള്ളത്, നാം നമ്മുടെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നാം ചെന്നെത്തുന്നത് ഒരു കുടുംബിനിയായിട്ടാണ്, ഒരു ഭാര്യയായിട്ടാണ്. അത് കഴിഞ്ഞ് ഒരു ഉമ്മയാകാൻ പോകുന്നവൻ, ഒരു കുടുംബത്തിൻ്റെ ആ കുടുംബത്തിലേക്കുള്ള ഏറ്റവും സന്മാർഗത്തിൻ്റെ വഴി നിങ്ങളിൽ കൂടിയാണ്. അതിനു വേണ്ടിയായിരുന്നു നമ്മുടെ രക്ഷിതാക്കൾ പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന ഹാദിയ വിദ്യാർത്ഥിനികളെ ഈ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഇസ്ലാമിക കൾച്ചറൽ കൂടി പഠിച്ചു വളർന്ന് ആ നിലയിൽ തന്നെ അവരുടെ സേവനങ്ങൾ ഈ സമൂഹത്തിന് കുടുംബത്തിനുണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. വർത്തമാന കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാത്ത, വില കൊടുക്കാത്ത, വാക്കിലും ഉപദേശത്തിനും തയ്യാറാവാത്ത ഒരു പുതിയ ന്യൂ ജനറേഷൻ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ യുവ സമൂഹം എന്തിനും ഏത് തെറ്റിലേക്കും എപ്പോഴും വഴിതെറ്റാൻ ഉതകുന്ന, വളരെയധികം ഏത് സമയത്തും തെറ്റിപ്പോകുന്ന രീതിയിലുള്ള വഴിവിട്ട ജീവിതം എപ്പോഴും ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിൽ നമ്മുടേതായി മാറണം എന്നുള്ള ചിന്തയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രധാനമായും ഈ സ്കൂളിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ അയക്കുന്നത്.
നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് സ്കൂളുകളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ അയക്കുന്നത്? ആ രക്ഷിതാക്കൾക്ക് കൃത്യമായി ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ മകൻ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ നന്നായി മനസ്സിലാക്കി ആ സംസ്കാരത്തിൽ കൂടി വളരണം. തൻ്റെ അയൽവാസികളെയും തൻ്റെ കുടുംബത്തെയും കൂടെ പഠിക്കുന്ന സഹപാഠികളോടും ഈ രാജ്യത്തോടും സമൂഹത്തോടും ഒരു മുസ്ലിം എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് വളരെ നന്നായി ഉയരങ്ങളിലേക്ക് എത്തണമെന്ന ഒരൊറ്റ വിഷയവും ചിന്തയും മാത്രമാണ് രക്ഷിതാക്കൾക്കുള്ളത്. നമ്മുടെ രക്ഷിതാക്കൾ ഇങ്ങനെയൊരു പഠന രീതിയിലേക്ക് നമ്മുടെ മക്കളെ അയക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലൂടെ പുതിയ ആധുനികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയും ഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്ന നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ വളരെ കൃത്യമായി സമൂഹത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് വളരാനുള്ള എല്ലാ നിലക്കുള്ള തീരുമാനങ്ങളും എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. നേരത്തെ യൂസി അബ്ദുൽ മജീദ് സാഹിബ് പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷം പിന്നിട്ടപ്പോൾ കേരളത്തിലെ പിന്നോക്ക വിഭാഗമായി പലരും മനസ്സിലാക്കിയ മുസ്ലിം സമുദായം സർവ മേഖലകളിലും കഴിവുള്ളവരായി ഭൗതികവും ആത്മീയവുമായി നല്ല അറിവും നല്ല വിവരവും നല്ല കഴിവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ ലക്ഷ്യ സാക്ഷാത്കാരമാണ് ഇതിവിടെ കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ സംസ്കാരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തീവ്രവാദം എന്നതുകൊണ്ടല്ല, ആ തീവ്രമായ രൂപമല്ല ഞാൻ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, ഏത് മതക്കാരനായാലും തൻ്റെ അയൽവാസി ഏത് മതക്കാരനാവട്ടെ, തൻ്റെ ഗുരുനാഥൻ ഏത് മതക്കാരനാവട്ടെ, ഞാൻ താമസിക്കുന്ന നാട്, ആ നാടിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യർ ഏത് മതസ്ഥനാവട്ടെ, തന്നെക്കാളും 2 വയസ്സോ 3 വയസ്സോ കൂടുതലുണ്ടെങ്കിൽ അവരെ ബഹുമാനത്തോടെ വിളിക്കാനും ആ ബഹുമാനം അർഹിക്കുന്ന രീതിയിൽ കൊടുക്കാനുമുള്ള ഒരു സംസ്കാരത്തെയാണ് ഞാൻ പറഞ്ഞത്. അയൽവാസി ഏത് മതക്കാരനാവട്ടെ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, നാടിൻ്റെ സ്തംഭനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ രംഗത്ത് ആവശ്യങ്ങൾക്കനുസരിച്ച് അവൻ്റെ പണവും അവൻ്റെ സമയവും അവൻ്റെ കഴിവും സമൂഹത്തിന് അർപ്പിക്കുക എന്ന ഒരു ബോധമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം ദൈവിക മതമാണ്. കൃത്യമായി ഒരു മതത്തിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം കൂടി തന്നെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരായ ആളുകൾക്ക് കൂടി അവൻ്റെ മുതലുകളും അവൻ്റെ സ്വത്തും അവൻ്റെ ഓരോ കാര്യങ്ങളും അവർക്കും കൂടി ഉപകാരപ്പെടുത്തണമെന്ന നിർബന്ധം ഇസ്ലാമിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കാലികമായി ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വെറും തൊപ്പിയിടലോ ഫർദ ധരിക്കലോ ഹിജാബിടലോ അതിലൊതുങ്ങുന്നൊരു വിഷയമല്ല. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ വിഷയത്തിലും ഇടപെടുക എന്നുള്ളതാണ്. എല്ലാ നിലക്കും ഇടപെടുക എന്നുള്ളതാണ്.
പഴയ കാലത്തെ പോലെയല്ല. മുൻകാലങ്ങളിൽ പട്ടിണിയുണ്ടായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പട്ടിണി കൊണ്ട് നല്ല ബുദ്ധിയുള്ളവർക്ക് പഠിക്കാൻ അവസരമില്ലാതെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകൾ കാണാം. ഇന്ന് 70-80 വയസ്സുള്ള ആളുകൾ നല്ല ബുദ്ധിമാന്മാരായിരുന്നു, നല്ല ഓർമ്മശക്തിയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സ്കൂളിൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് സാഹചര്യം, അവരുടെ പട്ടിണിയും പ്രയാസവും പഠിക്കാൻ അവർക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഈ സമൂഹം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി ഉന്നതയിലാണ്. അതുപോലെ തന്നെ മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നുണ്ട്: സ്നേഹവും ആദരവും. പഴയകാലത്ത് പട്ടിണിയാണെങ്കിലും വിദ്യാഭ്യാസം കുറവാണെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, നാടുകളിലുള്ള മുഴുവൻ ആളുകളുമായുള്ള സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാം വിദ്യാഭ്യാസപരമായി മുന്നിലാണ്. പട്ടിണി എന്താണെന്ന് പോലും നമുക്കറിയാത്ത ഈ കാലഘട്ടത്തിൽ, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇഷ്ടം പോലെ പണവും സമ്പാദ്യവുമുള്ള ഈ കാലഘട്ടം, പലതും നമുക്ക് തിരിച്ചു വന്നപ്പോൾ നമുക്ക് സമൂഹത്തിന് ഗുണമാണെന്ന് മനസ്സിലാക്കുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടത് സ്നേഹങ്ങളാണ്. സ്നേഹവും ആദരവും ബഹുമാനവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. തൻ്റെ അമ്മയെ, അച്ഛനെ, ഉമ്മയെ, ഉപ്പയെ എങ്ങനെ ആദരിക്കണമെന്ന് അവരുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അവരെ ശുശ്രൂഷിക്കുന്ന വിഷയത്തിൽ പോലും ഒരു ബോധമില്ലാത്ത സമൂഹം. വിദ്യാഭ്യാസപരമായി ഉന്നതയിലാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ജോലി അമേരിക്കയിലാണ്. പക്ഷേ അമ്മയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും ഉപ്പയും അവർ താമസിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒഴിഞ്ഞിട്ട വീടിൻ്റെ അടക്കത്തടയിൽ നോക്കാനാണില്ലാതെ അവസാനം പുഴുകരിച്ച് മരിക്കേണ്ട ദുരവസ്ഥ നാം എത്രയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം തൻ്റെ കുടുംബ ബന്ധങ്ങളെ, തൻ്റെ ഉത്തരവാദിത്തത്തെ തീർന്നു എന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ധർമ്മബോധമുള്ള ഭൗതിക വിദ്യാഭ്യാസം, ധാർമ്മികതയ്ക്ക് അധിഷ്ഠിതമായുള്ള ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിന്, അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിനൊക്കെ ഗുണം കിട്ടുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇവിടെയാണ് ഹാദിയ എന്ന ഈ ഒരു നമ്മുടെ വിദ്യാർത്ഥിനികൾ 2, 3, 4 വർഷം പഠിച്ച് ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം അവർക്ക് നൽകി. അവർ ഏത് നിമിഷവും അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തൻ്റെ ഭർത്താവ്, അത് കഴിഞ്ഞ് തൻ്റെ മക്കൾ അവരെ എങ്ങനെ വളർത്തണമെന്നും അവരെങ്ങനെ സ്നേഹിക്കണമെന്നും അവരെങ്ങനെ ബഹുമാനിക്കണമെന്നും നാം ചെന്നെത്തുന്ന പുതിയ വീടുകൾ, പുതിയ കുടുംബത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം എങ്ങനെ അവരോട് പെരുമാറണമെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൽ കൂടി നാം നേടേണ്ടത് എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികളോട് ഞാനൊരു അവസാനമായി ഒരു ഉപദേശം നൽകാനുള്ളത്, നമ്മെ ആശ്രയിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ഒരു ഹാദിയ എന്ന ബിരുദം നമുക്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെ നാം നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. ആ മക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവരായതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ഹാദിയകളോടാണ്. അവരുടെ ഇസ്ലാമിൻ്റെ ആ ഒരു സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള അവരുടെ ജീവിതം നാം പകർത്തുമ്പോൾ നാം ഒരിക്കലും നാം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തെ, നാം പഠിച്ച വിദ്യാഭ്യാസത്തെ, അറിവിനെ, ഇൽമിനെ ഒരിക്കലും നാം ഒരാൾ കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം ഒരിക്കലും ഈ ഒരു സംവിധാനത്തെ നമ്മൾ ഒരിക്കലും മോശമാക്കരുത് എന്ന് പറയാനാണ് ഈ അവസാന സമയം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ
ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിത രീതിയിലും ശൈലിയിലുമെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം. ആത്മീയത, അതാണ് നമ്മുടെ മുഖ്യമായും നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ദൈനംദിന നമ്മുടെ അഅ്മാലുകൾ, ഹസനാത്തുകളൊക്കെ നമുക്ക് കൂടുതലായി ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട്, സൽപ്രവർത്തനങ്ങൾ കൊണ്ട്, അതുപോലെ അദ്കാറിൽ കൂടി നാം പഠിച്ചു നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്ഥാപനത്തോട്, നമ്മളെ പഠിപ്പിച്ച ഉസ്താദന്മാരോട്, അതുപോലെ ഇതിനെല്ലാം അപ്പുറം ഇതിൻ്റെ മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങളും മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, അവരോടൊക്കെയും ഈ സ്ഥാപനത്തിന് കടപ്പാടുണ്ട്. നാം ഒരു ആൾ കാരണം നമ്മെ മോശമാക്കിയ സ്ഥാപനത്തെയോ ഈ ഒരു സംവിധാനത്തെയോ മോശമാക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഓരോ അറിവും അത് നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണ്. നാം അമൽ ചെയ്യണം. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ, വിശുദ്ധമായ ഹദീസിൽ പറഞ്ഞത്, ഏറ്റവും നല്ല വാക്കെന്ന് പറയുന്നത്, അവൻ ഏറ്റവും നല്ലത് പറയുന്നത് അവൻ ഒരുപാട് അമൽ ചെയ്യുക. ഞാനൊരു മുസ്ലിമാണെന്ന് നാം പറയലോടുകൂടി അതിൻ്റെ സംസ്കാരത്തിൽ അതിലധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന ഒരു വലിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സന്നദ്ധാന പ്രഭാഷണം ഇവിടെ സമാപിക്കുന്നു. എല്ലാ നിലക്കും അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തെരുമാറാവട്ടെ. നമ്മുടെ ആൺമക്കൾ, പെൺമക്കൾ, അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു പരിശുദ്ധമായ ദീനിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നമ്മുടെ മക്കൾ നമ്മുടേതായി നാളെ ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പാർക്കിങ്ങിൽ KL 58 S52, KL 58 S52 KL 13 AW 3322, KL 13 AW 3322 വണ്ടികൾ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ വേദിയിൽ അടുത്തതായി ഉപഹാര സമർപ്പണങ്ങളാണ് നടക്കുന്നത്. 20 വർഷങ്ങൾക്കപ്പുറം സ്റ്റുഡൻറ് സെൻറ്റർ എന്ന് പറയുന്ന സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം നിൽക്കുകയും പിന്നീട് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിൽ നിന്ന് MBBS ബിരുദവും എറണാകുളം ISTയിൽ നിന്ന് ഫാമിലി മെഡിസിനിൽ DNBയും കരസ്ഥമാക്കി നമ്മുടെയൊക്കെ നാടിൻ്റെ അഭിമാനമായി മാറിയ ഡോക്ടർ നദീം അബൂട്ടി സാഹിബിനുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ അദ്ദേഹത്തിൻ്റെ അനുജൻ അഫീഫ അബൂട്ടി ഏറ്റുവാങ്ങുന്നു. ആദരപൂർവ്വം രണ്ടുപേരെയും ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ അറ്റൻഡൻസ് ടോപ്പേഴ്സിനുള്ള സമ്മാനദാനമാണ്. ഗ്രേഡ് 5 മുഹമ്മദ് EP. പ്രൊഫസർ UC അബ്ദുൽ മജീദ് സാഹിബ് സമ്മാനിക്കുന്നു. ഗ്രേഡ് 4 ഹാദി അബൂബക്കർ. 7 വർഷം
പഠിച്ച ഹാദി അബൂബക്കർ ഇതുവരെ ഒരു ലീവ് പോലും എടുത്തിട്ടില്ല. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഗ്രേഡ് 3 മുഹമ്മദ് സഹൽ. ഗ്രേഡ് 2 കെൻസൽ ഹാദിയ. നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം നടക്കുന്നു. ആഷിഖ്. ഫർഷാദ്. ആഷിഖ്. ഫർഷാദ്. റംഷിദ്. അടുത്തതായി വേദിയിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിനെ അഭിമാനമായി കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കോടമ്പുഴ ദാറുൽ മആരിഫിൽ നിന്ന് ഷാമിൽ ഇർഫാനി ബിരുദം 2ാം റാങ്കോടുകൂടി കരസ്ഥമാക്കിയ സൈദാർപള്ളി സ്വദേശി ബഹുമാനപ്പെട്ട മുഹമ്മദ് അമീൻ ഷാമിൽ ഇർഫാനിക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പഞ്ചദിന പ്രഭാഷണം ജനുവരി 27 മുതൽ 31 വരെ തലശ്ശേരിയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ പോസ്റ്റർ പ്രകാശനം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നിർവഹിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങിയ മുഹമ്മദ് അമീൻ ഷാമിൽ ഇർഫാനി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും സ്നേഹവും ആദരവും നിറഞ്ഞ സയ്യിദ് അവറുകൾ, വേദിയിലിരിക്കുന്ന മറ്റ് ഉസ്താദുമാർ, നാട്ടിലെ ഉമറാക്കൾ, സദസ്സിലിരിക്കുന്ന വ്യക്തികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 9 വർഷത്തെ ദൗറത്തുൽ ഇർഫാൻ കോഴ്സ് പൂർത്തിയാക്കി ബിരുദം വാങ്ങി ഇറങ്ങാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. SSLC വരെ പഠിച്ച സ്കൂൾ മുറ്റത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആദരവ് കൈപ്പറ്റാൻ സാധിച്ചതിൽ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ചതിൽ വലിയ ആനന്ദം തോന്നുകയാണ്. പഠനം കഴിഞ്ഞുള്ള ബിരുദദാനം മരണം വരെയുള്ള പഠനത്തിൻ്റെ തുടക്കമാണെന്നാണ് ഉസ്താദുമാരും ഗുരുക്കന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. ആദരവുകൾ
കടമകളുടെയും ജീവിതത്തിൽ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളായി മനസ്സിലാക്കുന്നു. ആ ഓർമ്മപ്പെടുത്തലുകളിൽ ജീവിതം നയിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ സംഗമം സഹറത്തുൽ ഖുർആൻ ഫെസ്റ്റ്, ഹാദിയ ഫെസ്റ്റും കോൺവക്കേഷനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള വലിയ അമലുകളായി സ്വീകരിക്കട്ടെ. നർച്ചറിങ് ദ ചിൽഡ്രൻ ഇൻ ദ ലൈറ്റ് ഓഫ് ഖുർആൻ എന്ന മോട്ടോ ആണ് സഹറത്തുൽ ഖുർആനിന് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ അവരുടെ കുട്ടികളെയും മക്കളെയും സ്നേഹനിധികളായ കുടുംബങ്ങളെയൊക്കെയും ഈ സ്ഥാപനത്തോട് ചേർത്തി നിർത്തി ഈ സ്ഥാപനം നമ്മുടേതാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവാൻ എല്ലാവരും ഒരുങ്ങണം. ഈ സ്ഥാപനം നമ്മുടെ നാട്ടിലെ വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണ്. ഇനിയുമേറെ മുന്നേറാൻ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ സ്ഥാപനാധികാരികളും വിശിഷ്യ നമ്മുടെ നാട്ടിലെ ഇസ്ലാമും ആവശ്യപ്പെടുന്നുണ്ട്. ഈ വേളയിൽ ഇവിടെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി ഇറങ്ങുന്ന ഹാദിയകൾക്കും മറ്റെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം നമുക്ക് വേദിയിൽ ദുആ ചെയ്തു തന്ന ഹംസ ഉസ്താദ്, സ്വാഗതമോദിയ സമീർ PA, അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച KP മുഹമ്മദ് റഫീഖ്, ഉദ്ഘാടനം നിർവഹിച്ച പ്രൊഫസർ UC മജീദ് സാഹിബ്, സനദ് ദാനവും പ്രഭാഷണവും നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് സഅദ് തങ്ങൾ, എല്ലാവർക്കും കൃതജ്ഞതകൾ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഈ വേദിയിൽ ആദരിക്കപ്പെട്ട ഡോക്ടർ നദീം അബൂട്ടിക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം എല്ലാ വിധത്തിലും ഈ പരിപാടി വലിയ വിജയമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അലിഫ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ എത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ടാതിഥികളെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.